നമസ്കാരം. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 993 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 993 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം തത്സത്. സോദോവാച വിദുരതീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം ത്വയാവാപ്തവിവത്സത. ഓം തത്സത്. വിദുരർ തീർത്ഥയാത്ര പോയിരുന്ന വിദുരർ മൈത്രേയിൽ നിന്നും അറിയേണ്ടതൊക്കെ അറിഞ്ഞ് ചോദിച്ചറിഞ്ഞിട്ട് അതായത് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച്, ഭഗവാൻ ഈ ലോകം വിട്ടു പോയതും എന്താണ് ഏതെല്ലാമാണ് എന്നുള്ള എല്ലാ ജ്ഞാനവും നേടിയിട്ട് ഹസ്തിനപുരത്തെ വീണ്ടും പ്രാപിച്ചു. യുദ്ധസമയത്ത് ദുര്യോധനൻ വളരെയേറെ വഴക്ക് പറഞ്ഞത് അധിക്ഷേപിച്ചത് സഹിക്കാൻ പറ്റാതെ ഹസ്തിനപുരത്തിൽ നിന്നും തീർത്ഥയാത്ര പോവുകയാണ്. യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അപ്രകാരം തീർത്ഥയാത്ര പോയ വിദുരർ വീണ്ടും ഇപ്പോഴാണ് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വരുന്നത്. മൈത്രേയിൽ നിന്നും ജ്ഞാനം നേടിയതിനു ശേഷം ഹസ്തിനപുരത്തെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതാവാച വിദുരതീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാവാപ്തവിവത്സിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ത്വയാ അവാപ്തവിവത്സിത എന്നാണ്. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ.